ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു 10-15 പ്രൊഡക്റ്റ്, അതായത് ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ കെയർ റൂട്ടീൻ പോലെ അത്രയും പ്രൊഡക്റ്റ് വാരി തേക്കുന്നതായിരിക്കും. തുടക്കക്കാർക്ക് ഇത് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാറുണ്ട്. എന്നാൽ സത്യം എന്താ പറയുമോ, നമ്മുടെ സ്കിൻ ഗ്ലോയും ഹെൽത്തി ആയിട്ടിരിക്കാൻ വെറും 3 സ്റ്റെപ്പ് മാത്രം മതി. ഇതിനെയാണ് നമ്മൾ CMS റൂട്ടീൻ എന്ന് പറയുന്നത്, അതായത് ക്ലെൻസർ, മോയിസ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനും ബിഗിനേഴ്സിനും ഒക്കെ കുറഞ്ഞ ചിലവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, ഇപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അടിമുടി മാറ്റാൻ പറ്റുന്ന ബേസിക് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ സ്കിൻ കെയറിൽ ഒന്നാമത്തെ എന്നാൽ പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പാണ് ക്ലെൻസിങ്. ദിവസം മുഴുവൻ നമ്മുടെ മുഖത്ത് അടിഞ്ഞുവിടുന്ന അഴുക്ക്, പൊടിപടലങ്ങൾ, എണ്ണമയം, മേക്കപ്പ് എന്നിവ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ ഒരു നല്ല ക്ലെൻസർ എന്തായാലും നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പോൾ വെറുതെ വെള്ളം ഉപയോഗിച്ച് കഴുകിയാലൊന്നും ഈ അഴുക്കുകൾ മുഖത്തൊന്നും പോവില്ല. ഇപ്പം ദിവസം 2 നേരം, അതായത് രാവിലെയും രാത്രിയും ഫേസ് വാഷ് ഉപയോഗിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ക്ലെൻസർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പും കൂടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്രീം ബേസ്ഡ് ക്ലെൻസറോ അല്ലെങ്കിൽ ഒരു ജെന്റൽ ലോഷൻ ബേസ്ഡ് ക്ലെൻസർ വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതല്ല നമ്മൾ എണ്ണമയം ഉള്ളവരോ അല്ലെങ്കിൽ നന്നായിട്ട് കുരുക്കളൊക്കെ വരുന്ന സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫേസ് വാഷോ അല്ലെങ്കിൽ ഫോമിംഗ് ക്ലെൻസർ വേണം യൂസ് ചെയ്യാൻ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് മോയിസ്ചറൈസർ. നമ്മുടെ മുഖം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ മുഖത്തൊരു ഈർപ്പം ഉണ്ടാവും, അഥവാ ഹൈഡ്രേഷൻ. അത് നിലനിർത്താനാണ് നമ്മൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിൻ ഓയിലി സ്കിൻ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് മോയിസ്ചറൈസറിന്റെ ആവശ്യമില്ല. അങ്ങനെയല്ല, നമ്മൾ സ്കിൻ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ കൂടെ മോയിസ്ചറൈസർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കിൻ കൂടുതൽ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ സ്കിന്ന് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഓയിൽ പ്രൊഡക്റ്റ് ചെയ്യും. അപ്പൊ എന്തായിരിക്കും ഫലം? കുറച്ചുകൂടെ അധികം മുഖക്കുരു വരും. അപ്പൊ അതേ സംഭവിക്കുള്ളൂ. അപ്പൊ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമ്മൾ മോയിസ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അലിഞ്ഞു ചേരുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ജെല്ല് മോയിസ്ചറൈസർ യൂസ് ചെയ്യുക. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് പോഷകം കൊടുക്കുന്ന നല്ല തിക്ക് ക്രീം മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമ്മൾ മുഖം കഴുകിയ ഉടനെ ചെറിയൊരു നനവ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഫേസിൽ, ആ ടൈമിൽ തന്നെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്താൽ അത് പെട്ടെന്ന് അബ്സോർബ് ആവും. ഇപ്പൊ ഈ റൂട്ടീനിലെ ലേറ്റസ്റ്റും എന്നാൽ പവർഫുള്ളുമായിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് ഹീറോ ആണ് സൺസ്ക്രീൻ. നമ്മൾ നേരത്തെ പറഞ്ഞ 2 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ചെയ്താലും സൺസ്ക്രീൻ നമ്മൾ പുരട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. പിന്നെ സൂര്യനിൽ നിന്നുള്ള UV രശ്മികൾ നമ്മുടെ സ്കിന്നിൽ പതിക്കുമ്പോൾ നമ്മൾ നേരത്തെ പ്രായമാവാനും പിന്നെ കറുത്ത പാടുകൾ, ടാനിങ് ഒക്കെ ഉണ്ടാക്കും. ഓർക്കുക, നമ്മൾ വീട്ടിനുള്ളിലാണെങ്കിലും ജനലിലൂടെ വെളിച്ചം വരുന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ നിർബന്ധമാണ്. പിന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു SPF 13 ഉള്ളതും PA+++ പ്രൊട്ടക്ഷൻ ഉള്ളതും നോക്കി വാങ്ങിക്കുക. അപ്പൊ ഇത്രയുള്ള കാര്യം. വലിയ തുക മുടക്കി ഒരുപാട് കെമിക്കൽ വാങ്ങി നമ്മൾ മുഖത്ത് തേക്കുന്നതിൽ നല്ലത് ഈ ഒരു CMS റൂട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കൺസിസ്റ്റൻസിയാണ് നമ്മുടെ സ്കിൻ കെയറിലെ മെയിൻ താരം. 1 മാസമെങ്കിലും കുറഞ്ഞത് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫേസിലെ മാറ്റം കാണാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്ക്. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സ്കിൻ കെയറിലും ബ്യൂട്ടിയിലും താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.